പിറവത്തെ സ്കൂൾ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധന നടത്തി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂൾ മൈതാനത്ത് വെച്ച് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തിയത്. ബസ് ഡ്രൈവർമാർക്കായി മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂൾ മൈതാനത്ത് വെച്ച് സ്കൂൾ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയത്. 68 സ്കൂൾ വാഹനങ്ങളാണ് പരിശോധിച്ചത്. ടയറുകൾ, ബ്രേക്ക്, ഹോൺ, ഇൻഡിക്കേറ്റർ, സ്പീഡ് ഗവർണർ, GPS സംവിധാനം, അഗ്നിരക്ഷാ ഉപകരണം തുടങ്ങിയവയെല്ലാം പരിശോധിച്ചു. ഇതിൽ 35 വാഹനങ്ങൾക്ക് മാത്രമാണ് സർവീസ് നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. മൂവാറ്റുപുഴ ഉപജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന മെയ് 29-ന് നിർമ്മല പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. പിറവത്ത് മൂവാറ്റുപുഴ RTO കെ സുരേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയ്ക്ക് ജോയിന്റ് RTO സി ചന്ദ്രബാനു, വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജിൻസ് ജോർജ്, ഭരത് ചന്ദ്രൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ M ദിനേഷ് കുമാർ, KA സെമിയുള്ള സിബിമോൻ ഉണ്ണി, PM മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി. സ്പീഡ് ഗവർണറുകൾ വിച്ഛേദിച്ചിട്ടുള്ള വാഹനങ്ങളുണ്ടോ, അതിൻ്റെ കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ VLTD, ടയറുകൾക്ക് തേയ്മാനം സംഭവിച്ചിട്ടുള്ള വാഹനങ്ങളുണ്ടോ, അതിൻ്റെ വൈപ്പറുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ, ബ്രേക്ക് ലൈറ്റുകൾ, ഇൻഡിക്കേറ്ററുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് രാവിലെ വാഹന പരിശോധനകളിലൂടെ നടത്തുന്നത്. പാസ്സാകുന്ന വാഹനങ്ങൾക്കെല്ലാം നമ്മൾ ഒരു സ്റ്റിക്കർ പതിച്ചു കൊടുക്കും. ഈ സ്റ്റിക്കറുകൾ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ ഇനി നമ്മൾ റോഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ബസ് ഡ്രൈവർമാർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു. വലിയൊരു കാര്യം തന്നെയാണ്. ബസ്സില് ഡ്രൈവർമാരെ പോലെ തന്നെ പ്രാധാന്യമുള്ളവരാണ് ആന്റിമാര്. കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പോകുന്നവരെ നോക്കി നിന്ന് അത്ര കണ്ണിലെ കൃഷ്ണമണി പോലെ എനിക്കറിയാം. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മുടെ മക്കളെ നോക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. ജോയിന്റ് RTO സി ചന്ദ്രബാനുവിന്റെ അധ്യക്ഷതയിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഭരത് ചന്ദ്രൻ ക്ലാസ് നയിച്ചു. ഇവിടെ ഇന്നത്തെ ദിവസം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ഓരോ വർഷവും നമ്മൾ ചെയ്യുന്നതെന്നല്ലേ. ഇത് സാറ് പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും ഓർമ്മ പുതുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും. അല്ലാത്തത് നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ പുതുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വെഹിക്കിൾ ഇൻസ്പെക്ടർ ജിൻസ് ജോർജ്, സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡാനിയൽ തോമസ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PM മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ അനാവശ്യമായ വാശിയും അഹന്തയും ധാർഷ്ട്യവുമാണ് റോഡിലെ ആക്സിഡന്റിന്റെ 90% കാര്യം. ഒഴിവാക്കാൻ പറ്റാത്ത ആക്സിഡന്റ് എന്ന് പറയുന്നത്, സാഹചര്യം എന്ന് പറയുന്നത് വെറും 10% മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ നമ്മളുടെ കുഴപ്പമാണ്. നമ്മുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കുന്ന ആളുടെ മാത്രം കുഴപ്പമാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.